ഇവിടെയുള്ള ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, മുസ്ലിം വിഭാഗത്തെയും ന്യൂനപക്ഷ വിഭാഗത്തെയും ശക്തമായി ആക്ഷേപിക്കാനുള്ള നടപടികളുമായി നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായ എല്ലാ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കാര്യത്തിലും അത്തരമൊരു നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. ആ ഒരു ഘട്ടത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകത്തക്ക രീതിയിലുള്ള പരാമർശങ്ങൾ ഇല്ലാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി ഇപ്പോൾ വിശദീകരണം നൽകി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും. തീർച്ചയായും നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ അത്. അതാണ് നീ അടുത്ത ആഴ്ച കഴിഞ്ഞാലല്ലേ ചോദിക്കാൻ പറ്റുമത്. ഓർമ്മ ആശാസമരം തീരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അത് സാധാരണ നിലക്ക് നമ്മുടെ ഒരു പൊതുവായ ചിന്തയുടെ ഭാഗമായി വരുന്നൊരു കാര്യമാണ്. പക്ഷേ സമരം നടത്തുന്നവർക്കും ആ ഒരു താല്പര്യം വേണ്ടേ, എന്നാലല്ലേ അത് തീരുകയുള്ളൂ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നത് നമ്മൾ ആദ്യം ആലോചിക്കണമല്ലോ. ഇപ്പോൾ ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണല്ലോ ആശ എന്നത്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസ്, അതാണല്ലോ ആശ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇവരെ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു തൊഴിലാളി വിഭാഗമായി അംഗീകരിച്ചിട്ടില്ല. 2005 ഈ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. ആ ഘട്ടത്തിലുണ്ടായിരുന്ന സർക്കാർ UDF സർക്കാരായിരുന്നു. അന്നത് കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. 2006 LDF സർക്കാർ അധികാരത്തിൽ വന്നു. അതിനുശേഷമാണ് ആശാ പദ്ധതി നടപ്പാക്കാൻ നിലയെടുത്തത്. 2007 ജനുവരിയിലാണ് ഉത്തരവിറങ്ങിയത്. ഈ പദ്ധതി ആരംഭിച്ച സമയത്ത് തീരദേശ മേഖലയിലും ആദിവാസി മേഖലയിലുമാണ് പ്രവർത്തിക്കുന്നതിന് അനുമതിയുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് പലതരത്തിലുള്ള ഇടപെടലുകളുണ്ടായി. അതിൻ്റെ ഫലമായി കേരളം മുഴുവൻ ഇത് വ്യാപിപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഈ ഇനം പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ ഇൻസെൻറ്റീവ് തന്നെയാണ് ആശമാർക്ക് ഇപ്പോഴും നൽകി വരുന്നത്. അതേസമയം നമ്മുടെ രാജ്യത്ത് ആശമാർക്ക് മികച്ച ഓണറേറിയം നൽകുന്ന സംസ്ഥാനമാണ് കേരളം. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1000 രൂപ മാത്രമാണ് ആശമാർക്ക് ഓണറേറിയമായി നിശ്ചയിച്ചിരുന്നത്. 2016 മുതൽ ഇതുവരെ എടുത്താൽ LDF സർക്കാർ 6000 രൂപയുടെ വർധനവാണ് ഓണറേറിയത്തിൽ ആശമാർക്ക് നൽകിയത്. അതായത് നിലവിൽ 7000 രൂപയാണ്. ഓണറേറിയവും മറ്റ് ഇൻസെൻറ്റീവുകളും ഉൾപ്പെടെ ഉദ്ദേശ ലക്ഷ്യത്തോടെ ജോലി ചെയ്യുന്ന ഒരു ആശയ്ക്ക് 13,000 രൂപ ഓണറേറിയവും ഇൻസെൻറ്റീവും ലഭിക്കും. അതിൽ കൂടുതൽ ലഭ്യമാകുന്ന ആശമാരുമുണ്ട്. അതിൽ ഓണറേറിയവും ഇൻസെൻറ്റീവുകളുടെ 40% ചേർത്ത് 10,000-ഓളം രൂപ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. ആയുഷിൽ 1000 രൂപ ഒരു വിഭാഗം ആശമാർക്ക് ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ തുക നൽകുന്ന സംസ്ഥാന സർക്കാരാണ് കേരളത്തിലുള്ളത്. പക്ഷേ ആ സർക്കാരിന് എതിരെയാണോ, ഇൻസെൻറ്റീവ് ഉയർത്താത്ത കേന്ദ്ര സർക്കാരിനെതിരെയാണോ സമരം ചെയ്യേണ്ടത്? ഇത് സമരം ചെയ്യുന്നവരാലോചിക്കേണ്ട ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ ഈ സമരം ആരംഭിച്ചപ്പോൾ നമ്മൾ കാണേണ്ടത്, അതിനെത്രയോ മുൻപ് ആശമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2024 സെപ്റ്റംബർ 17 ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രമന്ത്രിയെ കണ്ടിരുന്നു. അതിനു മുൻപ് ആശമാരുടെ ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ള
NHM-ന് നൽകാനുള്ള കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാനം കത്തയക്കുകയും ചെയ്തിരുന്നു. കേരളത്തിലെ MP-മാരുടെ യോഗത്തിൽ NHM-ന് ആശാ ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ള 2023-24 വർഷത്തിലെ കുടിശ്ശികയായ 636 കോടി രൂപ ലഭ്യമാക്കാൻ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഉള്ളൊരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്താകെ 26,125 ആശാ വർക്കർമാരാണുള്ളത്. 99% ആശാ വർക്കർമാരും സമരത്തിലില്ല. ഇപ്പോൾ ബഹുഭൂരിപക്ഷവും ഫീൽഡിൽ സേവനത്തിലാണ്, ഇപ്പോഴും സേവനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു സമരമായി ഈ സമരം മാറുന്നില്ല. പക്ഷേ ഭാഗമായതുകൊണ്ട് അവഗണിക്കാൻ തയ്യാറായത്. നിങ്ങൾ പറഞ്ഞതുപോലെ അവരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് സർക്കാർ നടത്തിയത്. 5 തവണ അവരുമായി സർക്കാർ ചർച്ച നടത്തിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി സമരസമിതിയുമായി 3 തവണ ചർച്ച നടത്തി. 3-ാമത്തെ പ്രാവശ്യം ധനകാര്യമന്ത്രിയും ഓൺലൈനായി ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതുകൂടാതെ NHM ഡയറക്ടറും 2 പ്രാവശ്യം ചർച്ച നടത്തി. തൊഴിൽ മന്ത്രിയും സമരം നടത്തുന്ന ആശാപ്രവർത്തകരുമായി ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ അവരുന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പലതും നടപ്പാക്കിയിട്ടുണ്ട്. അവരുന്നയിച്ച ആവശ്യങ്ങൾ സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി 6/2/25 ചർച്ച നടത്തി. സമരസമിതിയായി ഉദ്യോഗസ്ഥതലത്തിലും ചർച്ച നടന്നു, മന്ത്രിതലത്തിലും. 6-ാം തീയതി ആശാ ഫെഡറേഷനുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉപാധിരഹിത ഓണറേറിയം നൽകാൻ തീരുമാനമെടുത്തു. ശൈലി സർവേയിലെ OTP സംവിധാനം നിർത്തലാക്കുന്നത് സംബന്ധിച്ച് e-ഹെൽത്തിന് നിർദ്ദേശം നൽകി. ലെപ്രസി സർവേയുമായി ഉന്നയിച്ചൊരു പ്രശ്നമുണ്ടായിരുന്നു, അതിന് പരിഹാരം കണ്ടു. 2025 ഫെബ്രുവരി മാസം വരെയുള്ള ഓണറേറിയവും ഇൻസെൻറ്റീവും നൽകിയിട്ടുമുണ്ട്.